ഹലോ ഫ്രണ്ട്സ്, മാജിക്കൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സേവയും സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ സേവ പുഴുകിയമാതിരിയല്ല, ഞാൻ മുമ്പിലത്തെ സേവയില്ല അതുമാതിരി ചില്ലിൽ പീച്ചാണ്. അതിന് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് അരി നന്നായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ല നൈസായിട്ട് കഴിയുന്ന തരിയില്ലാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ഉപ്പിട്ടിട്ട് അരച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒന്ന് ചൂടാകാൻ വയ്ക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ടൈറ്റായിട്ടാണ് അരച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വിരകിയെടുക്കാം. നല്ലോണം ആക്കണ്ട. ഞാനത് കാണിച്ചു തരാം, എങ്ങനെ മാവ് എടുക്കണം എന്നുള്ളത് കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കാം. ഒന്ന് തീ കുറച്ച് വെക്കണം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് വെക്കാം. കുറച്ച് വെച്ചിട്ട് അങ്ങനെ നല്ലോണം താഴെ ഭാഗം തട്ടിയിട്ട് ഇളക്കി കൊടുക്കാം. വേഗം ടൈറ്റ് ആകും. ഞാൻ വെള്ളം അധികം ആക്കാത്ത കാരണം വേഗം അത് ടൈറ്റായി കിട്ടും. അങ്ങനെ വിരകി കൊടുക്കാം. ഒന്ന് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ വേഗം കട്ടയായി പോകും. ആ കാരണം ഒന്ന് കുറച്ച് വെക്കാം. ഒന്ന് വിരകി കൊടുക്കാം നന്നായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസായിട്ടുള്ള സേവയായിരിക്കും. മുമ്പൊക്കെ നമ്മൾ പുട്ടുമരത്തിലൊക്കെ പീച്ചില്ലേ, അതേമാതിരിയാണ്. അങ്ങനെ ആക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഉപ്പ് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഞാൻ നാരങ്ങ സേവ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി അതിന് മാത്രം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് വിരകിയിട്ടുണ്ട്. ഇതങ്ങനെ വിരകി കിട്ടണം. അതങ്ങനെ ഒരുപാട് ടൈറ്റ് ആക്കണ്ട. എന്നാലും ഇതങ്ങനെ ഒന്ന് വിരകി കിട്ടി. ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. ഇതൊന്ന് ചൂട്ടോട് കൂടെ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഞാൻ സേവയ്ക്കുള്ള അരിയാണ് അരച്ചിരിക്കുന്നത്. നമ്മുടെ പൊന്നിയരിയിൽ കിട്ടില്ല. അത് നമ്മൾ കൊഴുക്കട്ട വെച്ച് പീച്ചുകയാണെങ്കിൽ പൊന്നിയരി കിട്ടും. ഞാൻ സേവയ്ക്കുള്ള അരി ഇഡ്ഡലി ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ അരിയാണ്. ഞാനിത് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കാം. വെള്ളം വെച്ചിട്ട് ഇതിങ്ങനത്തെ ചില്ലെടുക്കാം. നമ്മുടെ സാധാ ഇഡ്ഡലി ഒഴിക്കുന്ന ചില്ലാണെങ്കിലും കുഴപ്പമില്ല. ഈ ചില്ലിൽ കുറച്ച് എണ്ണ തേച്ച് വെക്കാം. എണ്ണ തേച്ചിട്ട് ഇതങ്ങനെ ഈ സേവനാഴിയിൽ ഞാൻ പിഴിഞ്ഞെടുക്കുന്നതാണ്. ഈ സേവനാഴിയിൽ അങ്ങനത്തെ ചില്ല് ചെറിയൊരു ഓട്ടയുള്ള നൈസായിട്ടുള്ള ചില്ലാണ്. ഇതെങ്ങനെ പിഴിയണമെന്ന് കാണിച്ചു തരാം. അങ്ങനത്തെ ചില്ലെടുത്തിട്ട് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് ചൂടാറുമ്പോഴേക്ക് ഇതൊന്ന് പീച്ചെടുക്കുക. താഴെ ഭാഗം ടൈറ്റ് ആയിട്ടുണ്ട് വെച്ചാൽ അതൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതങ്ങനെ എടുത്തിട്ട് പീച്ച് കൊടുക്കുക. ഞാൻ ചീനിച്ചട്ടിയിൽ നിന്ന് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചീനിച്ചട്ടിയിൽ നിന്ന് ചൂടാകും. അപ്പോൾ അത് നല്ല ടൈറ്റായി നമുക്കത് പിഴിയാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അതിലേക്ക് ആക്കി കൊടുക്കണം. അങ്ങനെ പീച്ച മുമ്പൊക്കെ നമ്മുടെ മരത്തിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ കാരണം അതിലൊക്കെ പീച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ വന്നു. ഇത് കൊഴുക്കട്ടയാക്കിയിട്ട് നമുക്ക് പീച്ചെടുക്കാം. കൊഴുക്കട്ടയാക്കിയിട്ട് നമുക്ക് പീച്ച ഇതിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് അങ്ങനെ പീച്ചാക്കും. കുറച്ച് ബലം ഉണ്ടാകും. ഉണ്ടോ, അങ്ങനെ നൂല് പോലെയുള്ള സേവ നമുക്ക് കിട്ടും. ഇത് ഈ സേവനഴിത്ത് ഇത് നല്ല നൂല് പോലെ ഉണ്ട്. ചുറ്റും പീച്ചെടുക്കാം. ഇതൊരു ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ചില്ല് നിറയെ വരും. പിന്നെ നല്ലോണം നൈസായിട്ട് കിട്ടും. നൂൽപുട്ട് മാതിരി കിട്ടും. അങ്ങനെ തേച്ചിട്ട് നമുക്ക് ആവിയിൽ വയ്ക്കാം. നമുക്ക്
ഇത് വേകാൻ വെച്ചിട്ട് ഇഡ്ഡലി ചെമ്പ് ഇഡ്ഡലി വെക്കില്ലേ അതിലേക്ക് പീച്ചിട്ട് നമുക്ക് വയ്ക്കാം. നല്ല നൈസ് സേവയാണ്. അത് ആയിട്ടുണ്ട്. ഞാനിത് നിറയെ പീച്ചണം. നിറയെ പീച്ചാൽ ഒന്ന് അമ്മിപ്പോയാൽ അത് കട്ടയാകും. അപ്പം നിറയെ പീച്ചിട്ട് ഇതിന് നമുക്ക് ഒന്ന് വേകാൻ വയ്ക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ. മാവുണ്ടോ? അത് കുഴപ്പമില്ല. അതിന് വേറെ പീച്ച് ഈ സേവ ഇതിൽ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്നും മാറ്റിയിട്ട് ഞാനിതതിൽ ഇങ്ങനെ പീച്ചിട്ടുണ്ട്. അതുകൊണ്ടോ ഇതിലിങ്ങനെ പീച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റിയിട്ട് ഇത് വയ്ക്കാം. ചൂടുണ്ടാവും. തുണി എടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ ഒന്ന് കുറച്ച് വെക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ വെക്കാം. ഈ ചില്ല് വെച്ച് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഇതിന് ഇതിൽ കൊട്ടി കൊടുക്കാം. അങ്ങനെ എല്ലാം പീച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേകാൻ വയ്ക്കും. കണ്ടില്ലേ, ഇതിൽ ഈ പ്ലേറ്റിൽ ആറിയ ശേഷം അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. എണ്ണ തേച്ച കാരണം ഒട്ടിപ്പിടിക്കില്ല. ഇപ്പം എല്ലാ സേവയും ഇങ്ങനെ പീച്ചെടുക്കുക. അപ്പോഴേക്കും ഞാനിവിടെ സാമ്പാർ റെഡിയാക്കാം. അതിന് ഞാൻ പരിപ്പ് വേവിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നോക്കാം. സാമ്പാർ വെക്കാൻ ഞാൻ എൻ്റെ കൂടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ട് സേവ ഇവിടെ വേകുമ്പോഴേക്കും നമുക്ക് സാമ്പാർ റെഡിയാക്കാം. ഞാൻ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി നുറുക്കി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതിലിട്ട് കൊടുക്കാം. ഒന്ന് ഉള്ളി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു പിടി തേങ്ങ ഞാൻ ഇത് ചിരകി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ. ഉള്ളി ഇതൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി നന്നായിട്ട് വറുത്ത് കൊടുക്കും. ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേകാൻ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് കുക്കറിലിട്ടാലും കുഴപ്പമില്ല. നന്നായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒന്ന് ഗ്യാസ് കമ്മിയാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. നിറയെ 2-3 സ്പൂൺ സാമ്പാർ പൊടി ഇടും. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് വെളുത്തുള്ളി അങ്ങനെ വലുതാകുമ്പോൾ അങ്ങനെ നടുക്ക് കയറിയിട്ടിട്ട് കൊടുക്കാം. ഒന്ന് ചൂടായിട്ട് ഇതിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് ഞാൻ വേകാൻ വെച്ചിട്ടുണ്ട്. ഇത് വേകേണ്ട വെള്ളം വെച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് വേകാൻ വയ്ക്കാം. ഒന്ന് വെന്ത ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഉപ്പിട്ട്. അപ്പോഴേക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ഞാനിതാ ഈ തേങ്ങ മാത്രം എടുത്തിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് അരച്ചിട്ട് വരാം. ഇവിടെ സേവ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ വെച്ചിട്ടുണ്ട്. കഷ്ണമൊക്കെ നന്നായി വെന്തു. ഇതിൻ്റെ കൂടെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. സാമ്പാറിന് ആവശ്യത്തിനുള്ള ഉപ്പ്. വേവിച്ച് വെച്ച പരിപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പരിപ്പ് ഞാൻ സാമ്പാർ പരിപ്പും കുറച്ച് ചെറുപരിപ്പായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതാ സാമ്പാറിന് തേങ്ങ. ഇതൊന്ന് നന്നായി തിളച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ സേവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണല്ലോ ഇങ്ങനെ നമ്മൾ
ചൂടാറുണ്ടാവിട്ട് ഞാൻ അടച്ചു വെച്ചതാണ്. അതങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് വെള്ളം തൊട്ടിട്ട് ഒന്നിങ്ങനെ വെളുത്തി കൊടുത്താൽ താളിച്ച് കഴിഞ്ഞത് ഒന്ന് കറക്റ്റായിട്ട് ഉലർന്നിരിക്കും. ഇനി ഇത് സാമ്പാറായിട്ട് താളിക്കാൻ വയ്ക്കാം. സാമ്പാർ തുറന്ന് നോക്കാം. അത് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഈ അടുപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സേവ താളിക്കാൻ വയ്ക്കാം. അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. കത്തിച്ചു കൊടുക്കാം. ഒരു ചീനിച്ചട്ടി വയ്ക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാമ്പാർ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. നമ്മൾ സാധാ നോർമൽ സേവയ്ക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായ ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. ചൂടായിട്ട് കുറച്ച് കടുക് ഇടുന്നുണ്ട്. ഇത് ചൂടായ ശേഷം നമുക്ക് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. സാമ്പാറിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. കടുക് അപ്പോഴേക്കും പൊട്ടട്ടെ. തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം, ജാറ് കഴുകിയ വെള്ളമുണ്ട്, ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് തിളക്കട്ടെ സാമ്പാർ. അപ്പോഴേക്കും ഇത് പൊട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്. തീ കുറച്ച് വയ്ക്കുക. കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു വറമുളക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നോർമൽ സേവയ്ക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് അടച്ച് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ തേങ്ങ സേവ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന സേവയാണ്. കുറച്ച് എരിവൊന്നും അധികം വേണ്ട. ഒരു വറമുളക് മാത്രം ഇട്ട് കൊടുക്കാം. 2 പരിപ്പും. അത് പൊട്ടിയ ശേഷം കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. കുറച്ച് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് കറിവേപ്പില ഇടാൻ മറന്നുപോയി. കുഴപ്പമില്ല. അതായത് പൊട്ടുന്നുണ്ട്. നമുക്ക് ഒരു വറമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് നേരത്തെ ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയതാണ്. ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. താളിക്കണില വെച്ച് കുഴപ്പമില്ല. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ പഞ്ചസാര ഇട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല സൂപ്പറായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് മാറ്റി കൊടുക്കാം. മാറ്റിയിട്ട് നമുക്ക് നാരങ്ങ സേവ ഒന്ന് കരട്ടാക്കാം. അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സേവ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനതിൽ കൊട്ടി കാണിച്ചു തന്നു മാത്രം. ഇനി നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലൂടെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകിട്ട ശേഷം
സാമ്പാർ നമുക്ക് നോക്കാം. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് പെരുങ്കായം ഇട്ട് കൊടുക്കാം. പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ചു. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. നമുക്കിത് ഓഫാക്കി വെക്കാം. ഇത് സേവ റെഡിയായിട്ട് ഇതൊന്ന് താളിച്ച് കൊടുക്കാം. അത് കടുക് പൊട്ടിയ ശേഷം കുറച്ച് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതായിട്ട് നമുക്ക് ഇതുണ്ട് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, മുളക്, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വയ്ക്കുക. തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ, ചെറിയൊരു സ്പൂണിൽ ഒരു സ്പൂണ് നാരങ്ങ. നമുക്ക് സേവ എത്രയുണ്ട് വെച്ചാൽ അതേമാതിരി നാരങ്ങ ഒഴിക്കുക. ഒരുപാട് ഒഴിക്കണ്ട. നല്ലൊരു പുളിപ്പ് വരും. ഇത് സേവ നമുക്ക് ഇത് കിട്ടും. നമ്മുടെ സേവയ്ക്ക് അനുസരിച്ചിട്ട് എല്ലാം ഇടാൻ മതി. സേവ എത്രയുണ്ട് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ നാരങ്ങ സേവ റെഡിയായി. സൂപ്പറായിട്ട് അങ്ങനെ നമുക്ക് മാറി മാറി ഉണ്ടാക്കി കൊടുക്കാം. ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. സാമ്പാർ താളിച്ച് കൊടുക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് സാമ്പാർ താളിക്കാം. ഇത് വയ്ക്കാം. കരണ്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ട് അതൊന്ന് ചൂടാവട്ടെ. ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു വറമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഓഫാക്കിയിട്ട് സാമ്പാറിൽ എന്നിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമുക്ക് സേവയൊക്കെ ഒന്ന് കാണിച്ചു തരാം. സേവ സാമ്പാർ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് തേങ്ങ ഇട്ട സേവ, ഇത് നാരങ്ങ ഇട്ട സേവ, ഇത് നമ്മുടെ സാദാ സേവ. സാമ്പാറും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതങ്ങനെ അടുത്ത് കാണിച്ചിട്ട് നാരങ്ങ ഒഴിഞ്ഞ സേവ. ഇത് നമ്മുടെ തേങ്ങ, ഇത് നമ്മുടെ സാദാ സേവ, സാമ്പാർ. ഞാൻ നേരത്തെ ഇട്ട സേവയിൽ ഇഷ്ടു വെച്ചപ്പോൾ തേങ്ങ ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ പാലക്കാട്ടുകാർ തേങ്ങയും ചേർത്ത് ഒഴിക്കും. തേങ്ങയുടെ കൂടെ കുറച്ച് പച്ചരി ഇട്ടിട്ട് അതും ചേർത്ത് ഒഴിക്കും. ഇങ്ങനെയും സാധാ പാലെടുത്തിട്ടും വെക്കാറുണ്ട്. അതാണ് പാലക്കാട്ടുകാരുടെ സേവ. സൂപ്പറായിട്ടില്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ.